ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വർക്ക് പ്ലേസ് ഇംഗ്ലീഷുമായിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ ധാരാളം വീഡിയോസ് വർക്ക് പ്ലേസ് ഇംഗ്ലീഷ്, ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാചകങ്ങളെ കുറിച്ച് ചെയ്തിരുന്നു. ധാരാളം ആളുകൾ അത് പ്രതികരിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ധാരാളം വീഡിയോസ് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നും നമ്മൾ കുറച്ച് വർക്ക് പ്ലേസ് ഇംഗ്ലീഷാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോലി സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വാചകങ്ങളും അവയുടെ ഇംഗ്ലീഷുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾ ഓഫീസിൽ നിന്നും ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. മറ്റുള്ള സ്റ്റാഫുകളൊക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ അവർ ഈ ഇരിക്കുന്ന ആളോട് സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഇറങ്ങുമ്പോൾ ആ ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇറങ്ങാമോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത്, നിങ്ങൾ പോകുന്ന സമയത്ത് ആ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പോകാമോ എന്ന് ചോദിക്കുകയാണ്. ഒരു റിക്വസ്റ്റ് പോലെയൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിക്വസ്റ്റുകളൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് കുഡ് യു അല്ലെങ്കിൽ വുഡ് യു, വിൽ യു, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്യാമോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക? ഇങ്ങനെയാണ് ചോദിക്കുന്നത്: വുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദി ലൈറ്റ് വെൻ യു ലീവ്? വുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദി ലൈറ്റ്സ് വെൻ യു ലീവ്? വെൻ യു ലീവ്, നിങ്ങൾ പോകുന്ന സമയത്ത് വുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദി ലൈറ്റ്സ്, ആ ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇറങ്ങാമോ? യു പ്ലീസ് ഷട്ട് ഡൗൺ ദി കമ്പ്യൂട്ടർ വെൻ യു ലീവ്, നിങ്ങൾ ലീവ് ചെയ്യുന്ന സമയത്ത്, പോകുന്ന സമയത്ത് ആ കമ്പ്യൂട്ടർ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാമോ? വുഡ് യു പ്ലീസ് ഷട്ട് ഡൗൺ ദി കമ്പ്യൂട്ടേഴ്സ് വെൻ യു ലീവ്, നിങ്ങൾ പോരുന്ന സമയത്ത് കമ്പ്യൂട്ടറുകളൊക്കെ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാമോ? വുഡ് യു പ്ലീസ് ടേൺ ഓഫ് ദി ലൈറ്റ്സ് വെൻ യു ലീവ്, നിങ്ങൾ പോരുന്ന സമയത്ത് ലൈറ്റുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്യാമോ? വുഡ് യു പ്ലീസ് ക്ലോസ് ദി വിൻഡോസ് വെൻ യു ലീവ്, നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ ജനാലകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാമോ? വുഡ് യു പ്ലീസ് ക്ലോസ് ദി ഡോർ വെൻ യു ലീവ്, നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാമോ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളോട് മതി നമുക്ക് പോകാം എന്ന് പറയാണ്. അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒരു ശൈലിയാണ്: ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, എന്നെ പറയാൻ അനുവദിക്കൂ, ഞാൻ മുഴുവനായിട്ട് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഞാൻ ഇനിയും പറയാനുണ്ട്, മുഴുവനായിട്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളെ ബ്ലോക്ക് ചെയ്യും അല്ലേ? അങ്ങനെ അങ്ങോട്ട് നിർത്താൻ പറ്റുമോ? ഞാൻ മുഴുവനായിട്ടും പറയട്ടെ എന്ന് പറയാണ്. ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് വാട്ട് ഐ വാസ് സെയിങ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണോ അത് ഞാൻ മുഴുവനാക്കിയിട്ടില്ലല്ലോ, ഞാൻ മുഴുവനാക്കട്ടെ. ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് വാട്ട് ഐ വാസ് സെയിങ്, ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഞാൻ മുഴുവനാക്കിയിട്ടില്ല, നീ ബാക്കിയൂടെ കേൾക്ക്. ചില ആളുകൾ ഇങ്ങനെയായിരിക്കും, നമ്മൾ പറഞ്ഞ് പകുതിയാകുമ്പോഴേക്കിന് അവരിങ്ങോട്ട് വാളെടുക്കും. അങ്ങനെ പറഞ്ഞോ, എന്നാൽ അവനൊന്നും കാണണല്ലോ, കൊല്ലി ഞാൻ അവനെ എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. നീ ചൂടാവല്ലേ, ഞാൻ മുഴുവനായിട്ട് പറയട്ടെ, ഞാൻ പറഞ്ഞു തീർത്തിട്ടില്ല. ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് വാട്ട് ഐ വാസ് സെയിങ്, ഞാൻ പറയുന്നത് എന്താണോ അത് ഞാൻ മുഴുവനാക്കിയിട്ടില്ല, മുഴുവൻ കേട്ടിട്ട് നീ തീരുമാനിച്ചോ, വാളെടുക്കണോ അത് തോക്കെടുക്കണോ. ഐ ഹാവൻറ്റ് ഫിനിഷ്ഡ് വാട്ട് ഐ വാസ് സെയിങ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഒരു കാര്യം പറഞ്ഞു, ഒരു പ്ലാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ അവനോട് പറയാണ്: നീ ഒരു പേടിയും പഠിക്കണ്ട, ഞാൻ 100% നിന്റെ പിറകിലുണ്ടാവും, നീ എന്ത് തീരുമാനം എടുത്താലും 100% ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ പിറകിലുണ്ടാവും എന്ന് പറയാണ്. അപ്പൊ എങ്ങനെയാ അത് പറയാ? 100% ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ നിന്റെ പിറകിൽ ഞാൻ ഉണ്ടാവും എങ്ങനെയാ പറയാ? ഐ ആം 100% ബിഹൈൻഡ് യു, ഐ ആം 100% ബിഹൈൻഡ് യു, ഞാൻ 100% നിന്റെ പിറകിലാണ്, നിന്റെ പിറകിലുണ്ട്, ഞാൻ പേടിക്കണ്ട. ഐ ആം 100% ബിഹൈൻഡ് യു, ഐ ആം 100% വിത്ത് യു, ഞാൻ 100% നിന്റെ കൂടെയാണ്. ഐ ആം 100% വിത്ത് യു, ഞാൻ 100% നിന്റെ കൂടെയാണെന്നോ. ഐ ആം 100% ബിഹൈൻഡ് യു, ഞാൻ 100% നിന്റെ പിറകിൽ തന്നെയാണ്. ഗോ ഹെഡ്, മുന്നോട്ട് പൊക്കോളൂ, ഗോ ഹെഡ്, മുന്നോട്ട് പൊക്കോളൂ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പെട്ടെന്ന് പണി മുടക്കി. അപ്പൊ നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ പറയാണ്: ദ കമ്പ്യൂട്ടർ ഈസ്ന്റ് വർക്കിംഗ്, ദ കമ്പ്യൂട്ടർ ഈസ്ന്റ് വർക്കിംഗ്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല. അതിപ്പോൾ നമ്മളൊരു കഫേ നടത്തുകയാണ്. അപ്പോൾ ഒരാൾ പ്രിന്റ് ഔട്ട് എടുക്കാൻ എന്തെങ്കിലും DTP വർക്കിന് വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ പണി മുടക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാണ്: ദ കമ്പ്യൂട്ടർ ഈസ്ന്റ് വർക്കിംഗ്, യു ക്യാൻ കം ആഫ്റ്റർ സം ടൈം, നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരൂ അല്ലേ, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കം ടുമോറോ, നിങ്ങൾ നാളെ വരൂ കേട്ടോ. ദ കമ്പ്യൂട്ടർ ഈസ്ന്റ് വർക്കിംഗ്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല. ദ പ്രിന്റർ ഈസ്ന്റ് വർക്കിംഗ്, പ്രിന്റർ വർക്ക് ചെയ്യുന്നില്ല. ദ സ്കാനർ ഈസ്ന്റ് വർക്കിംഗ്, സ്കാനർ വർക്ക് ചെയ്യുന്നില്ല. ദ ഇന്റർനെറ്റ് ഡസൻറ്റ് സീംസ് ടു ബി വർക്കിംഗ്, ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. യു ക്യാൻ ജസ്റ്റ് കം ടുമോറോ, നിങ്ങൾക്ക് നാളെ വരാം.
അപ്പൊ എങ്ങനെയാ പറഞ്ഞത്? ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല. ആ കമ്പ്യൂട്ടർ ഒന്ന് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും ഒരു ഉപകരണത്തിന്റെ പേര് നിങ്ങളാക്കിയാൽ അത് പ്രവർത്തിക്കുന്നില്ല എന്നാവുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യായിട്ട് നമ്മുടെ ഫ്രണ്ടിനോട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്, ഡു യു നോ വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? ഇതിനെന്താണ് പ്രശ്നമെന്ന് നിനക്കറിയാമോ? ഡു യു നോ വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? ഇതിനെന്താണ് പ്രശ്നമെന്ന് നിനക്കറിയാമോ? ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. അത് വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കാമോ എന്ന് പറയാണ്. ഡു യു നോ വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? വാട്ട്സ് റോങ് വിത്ത് ഇറ്റ്? ഇതിനെന്താ പ്രശ്നം? ഒന്ന് നോക്കൂ. ദ കമ്പ്യൂട്ടർ ഈസ് ഇൻ വർക്കിംഗ്. അതുപോലെ തന്നെ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓഫീസിൽ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണിലെ ബാറ്ററി തീരാനായിട്ടുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറയാണ്. എൻ്റെ ബാറ്ററി തീരാനായിട്ടുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. മൈ ഫോൺ ഈസ് ഡൈയിങ്, ഐ വിൽ കോൾ യു ലേറ്റർ. മൈ ഫോൺ ഈസ് ഡൈയിങ്, ഐ വിൽ കോൾ യു ലേറ്റർ. എൻ്റെ ഫോൺ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. മരിച്ചുകൊണ്ടിരിക്കുക എന്ന അർത്ഥം എന്താണ്? എൻ്റെ ഫോണിന്റെ ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാ പറയാ? മൈ ഫോൺ ഈസ് ഡൈയിങ്, ഐ വിൽ കോൾ യു ലേറ്റർ. എൻ്റെ ഫോൺ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. മൈ ഫോൺ ഈസ് ഡൈയിങ്, ഐ വിൽ കോൾ യു ലേറ്റർ. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഡോക്യുമെന്റ് വർക്ക് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ, എന്നെ ഒന്ന് അസിസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. ഡോക്യുമെന്റേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ? ഇത് ഭയങ്കര വർക്കാണ്, ഒരുപാട് തിരക്ക് പിടിച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള വർക്കാണ്, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഡോക്യുമെന്റേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ? കുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ വിത്ത് ദ ഡോക്യുമെന്റ് വർക്ക്സ്? കുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ വിത്ത് ദി ഡോക്യുമെന്റ് വർക്ക്സ്? ഡോക്യുമെന്റ് വർക്കിൽ എന്നെ ഒന്ന് അസിസ്റ്റ് ചെയ്യാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ? സഹായമല്ല, എൻ്റെ കൂടെ നിൽക്കാമോ, എന്നെ ഒന്ന് അസിസ്റ്റ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. കുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ വിത്ത് ദി ഡോക്യുമെന്റ് വർക്ക്സ് എന്നാണ് ചോദിക്കുന്നത്. ഇനി കുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ വിത്ത് സംതിങ്? എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്നെ അസിസ്റ്റ് ചെയ്യാമോ എന്ന് പറയാം. ആ സംതിങ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ കാര്യം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ കുഡ് യു പ്ലീസ് അസിസ്റ്റ് മീ വിത്ത് ദി ഡോക്യുമെന്റേഷൻ വർക്ക്? ഡോക്യുമെന്റേഷൻ വർക്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മാനേജർ പറയാണ്, നമ്മുടെ പ്രൊഡക്റ്റ് നാളെ തന്നെ ഡെലിവറി ചെയ്യണം. പ്രൊഡക്റ്റ് നാളെ തന്നെ ഡെലിവറി ചെയ്തിട്ട് എത്തിയിരിക്കണം, ധാരാളം കംപ്ലൈൻസ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ പറയാ? നിർബന്ധമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് പറയുന്നത്. ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡെലിവേർഡ് ടുമോറോ. ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡെലിവേർഡ് ടുമോറോ. പ്രൊഡക്റ്റ് നാളെ തന്നെ ഡെലിവറി ചെയ്തിരിക്കണം. ദ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡെലിവേർഡ് ടുമോറോ. പ്രൊഡക്റ്റ് നാളെ തന്നെ ഡെലിവറി ചെയ്തിരിക്കണം. ഇതിപ്പോൾ നമ്മളൊരു കസ്റ്റമറാണ്, നമ്മൾ ഓർഡർ ചെയ്തു, പറഞ്ഞ ദിവസത്തിന് എത്തിയില്ല, അപ്പൊ നമുക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടും ഇതേപോലെ തന്നെ പറയാം, മൈ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡെലിവേർഡ് ടുമോറോ. എൻ്റെ പ്രൊഡക്റ്റ് നാളെ തന്നെ ഡെലിവറി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്യും, അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് ഷുഡ് ബി ഡെലിവേർഡ് ടുമോറോ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റിലും നമ്മുടെ കമ്പനി ടാഗ് നമ്മൾ ഒട്ടിച്ചിരിക്കണം. അതെങ്ങനെയാ പറയാ? എല്ലാ പ്രൊഡക്റ്റുകളിലും നമ്മുടെ കമ്പനി ടാഗ് ഒട്ടിച്ചിരിക്കണം. എങ്ങനെയാ പറയാ? കമ്പനി ടാഗ് ഷുഡ് ബി പേസ്റ്റഡ് ഓൺ ഓൾ ദി പ്രൊഡക്ട്സ്. ദ കമ്പനി ടാഗ് ഷുഡ് ബി പേസ്റ്റഡ് ഓൺ ഓൾ ദി പ്രൊഡക്റ്റ്. എല്ലാ പ്രൊഡക്റ്റിന്റെയും മുകളിൽ നമ്മുടെ കമ്പനിയുടെ ടാഗ് പേസ്റ്റ് ചെയ്തിരിക്കണം. ദ കമ്പനി ടാഗ് ഷുഡ് ബി പേസ്റ്റഡ് ഓൺ ഓൾ ദി പ്രൊഡക്ട്സ്. എല്ലാ പ്രൊഡക്ട്സിന്റെയും മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മേലെ കമ്പനി ടാഗുകൾ നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കണം, ഒട്ടിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നെടുത്തിട്ടുള്ള വർക്ക് പ്ലേസ് ഇംഗ്ലീഷുകൾ. ഇനിയും ധാരാളം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വർക്ക് പ്ലേസ് ഇംഗ്ലീഷുകൾ, നമുക്ക് സെന്റൻസുകൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.